വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. 924 ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമത്തിന് മുന്നിൽ സർവമത സമ്മേളനം നടക്കുമ്പോൾ എഴുതി വെച്ച വാചകമാണ്. ഇവിടെ UDF ബാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനും, നിങ്ങൾ വാദിച്ച് ജയിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ പരാജയപ്പെടുന്നത് 3.5 കോടിയോളം വരുന്ന മലയാളികളാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഏതായാലും അറിയാനും അറിയിക്കാനും കഴിയാവുന്ന തരത്തിലേക്ക് റൂൾ 50 പ്രകാരമുള്ള ഈ പ്രമേയത്തിന്മേൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സാർ, ഇവിടെ മുണ്ട് മുറുക്കി ഉടുക്കുന്ന കാര്യം പല ആളുകളും ആവർത്തിച്ച് പറയുന്നു. ഈ കേരളത്തിൽ ആദ്യമായി ഈ ഒരു വാചകം തന്നെ ഉച്ചരിക്കുന്നത് ശ്രീമാൻ ആൻ്റണിയുടെ കാലത്താണ്. അന്ന് മുണ്ട് മുറുക്കി ഉടുക്കാൻ മാത്രമല്ല പറഞ്ഞത്, ഓവർ ഡ്രാഫ്റ്റിൻ്റെ പേരിൽ മാസങ്ങളോളം 3 മാസത്തോളം ട്രഷറി അടച്ചുപൂട്ടേണ്ടി വന്ന ഗതികേട് ഇന്നത്തെ LDF സർക്കാരിന് ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. സാർ, ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് ഉണ്ടായത്? വളരെ വ്യക്തമാണ്. സാർ, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു സംസ്ഥാനങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻറ്റിലും മറ്റു കാര്യങ്ങളിലുമൊക്കെയും ഇടപെടണം, അവർക്ക് നൽകേണ്ടതില്ല എന്നൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ പറയുമ്പോൾ അവർ സൃഷ്ടിക്കപ്പെടുന്ന ധനപരമായ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മുടെ കേരളവും നേരിടുന്നത്. സർ, 10ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തത് 3.89%. 14ാം ധനകാര്യ കമ്മീഷൻ അത് 2.5 ആക്കി. സർ, 15ാം ധനകാര്യ കമ്മീഷനിൽ 1.9 സർ, ഈ വെട്ടിക്കുറയ്ക്കുമ്പോൾ 18 MP അങ്ങ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ട UDF ഇല്ലേ, ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഏറ്റവും ഒടുവിലാണ് TN പ്രതാപ് ഒരു അപേക്ഷ എഴുതി കൊടുത്തു എന്നൊക്കെ പത്രങ്ങളിൽ വായിക്കാനിടയായി. ഈ കേരളം സാമ്പത്തിക ഞെരുക്കത്താൽ ജനങ്ങൾക്ക് നൽകുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇല്ലാതാവട്ടെ എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയും എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. സാർ, ഈ ഇനത്തിൽ മാത്രം ധനകമ്മീഷൻ്റെ ശുപാർശയുടെ ഭാഗമായി, വെട്ടിക്കുറവിൻ്റെ ഭാഗമായി 18,000 കോടിയാണ് നഷ്ടം. GST നഷ്ടപരിഹാരമായി 12,000 കോടി രൂപയുടെ നഷ്ടം. സാർ, നഷ്ടപരിഹാരം കൊടുക്കാൻ 2022 സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നത് അവസാനിപ്പിച്ചപ്പോഴും നഷ്ടപരിഹാരത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന 2026 വരെ പിരിച്ചെടുക്കാൻ തന്നെയാണ് സാർ ഇപ്പോഴും അവർ തീരുമാനിച്ചിരിക്കുന്നത്. സാർ, റവന്യൂ കമ്മി ഈ ഗ്രാൻറ്റിൽ 8,400 കോടി, വായ്പ അനുമതി നിഷേധിച്ചതിൽ 19,000 കോടി. സാർ, 57,400 കോടി രൂപയുടെ നഷ്ടമാണ്. സാർ, IGST സെറ്റിൽമെൻറ്റിൽ 332 കോടി കഴിഞ്ഞ നവംബർ മാസത്തിലാണ് വെട്ടിക്കുറച്ചത്. ഇങ്ങനെ വെട്ടിക്കുറച്ച് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കൊണ്ടെത്തിക്കാമെന്നാണ് അവർ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. സാർ, ചില പത്രങ്ങൾ പറയുന്നത് 50,000 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന. സാർ, എന്നാൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള സംഖ്യയുണ്ട്. UGC ശമ്പള സ്കെയിലിൽ 750.93 കോടി, ആരോഗ്യ ഗ്രാൻഡ് ഇനത്തിൽ 174.6 കോടി, സാമൂഹിക ക്ഷേമ പെൻഷനിൽ മാത്രം കഴിഞ്ഞ കണക്ക് പ്രകാരം 1,100 കോടിയുണ്ട്. സാർ, മില്യൺ പ്ലസ് സിറ്റി ഗ്രാൻഡ് 51.6 കോടി, നെല്ല് സംഭരണത്തിലും 1,100 കോടി, മൂലധന നിക്ഷേപം പ്രത്യേക സഹായമായി കിട്ടേണ്ടത് 1,925 കോടി. സാർ, മൊത്തം നമുക്ക് കിട്ടേണ്ടത് 61,624.87 കോടി. സാർ, ഇത് പറയുമ്പോൾ UDFിൻ്റെ ധാരണ ഇപ്പം എന്തോ നമ്മൾ ഔദാര്യം കൊണ്ടാണ് കേന്ദ്രത്തിനോട് ചോദിക്കുന്നത്. നമ്മുടെ അവകാശപ്പെട്ടത് 3.5 കോടിയോളം വരുന്ന മലയാളികൾക്ക് അവകാശപ്പെട്ട ഈ സമ്പത്ത് നേടിയെടുക്കാൻ നിയമപരമായി പോയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ 8ാം തീയതി നടക്കുന്ന സമരത്തിൽ ഞങ്ങളില്ല. എന്താ, നിങ്ങൾക്ക് മുട്ടുമറയ്ക്കുന്നുണ്ടോ? കവാത്ത് മറക്കുകയാണോ നിങ്ങൾ? ആ സമരത്തിൽ നിങ്ങളും പങ്കാളിയാവണം. 18 MP അവിടെ ഉണ്ടല്ലോ, അവരെ കൊണ്ടൊന്നും പങ്കെടുപ്പിക്കാൻ വേണ്ടി പറയണം. സാർ, പിന്നെ കേന്ദ്രത്തിൻ്റെ കടം അതിവിടെ ആരും പറഞ്ഞില്ല.
ഒരാളും പറഞ്ഞില്ല. മൊത്തം ഉൽപാദനത്തിന്റെ 66.7% കടം. കേരളത്തിൽ GDP-യുടെ 37%. സംസ്ഥാനങ്ങളുടെ ദേശീയ ശരാശരി 55.8%. യഥാർത്ഥത്തിൽ അതിനേക്കാൾ വളരെ കുറഞ്ഞ 21.8% കേരളത്തിന്റെ കുറവെന്ന് മനസ്സിലാക്കണം. സാർ, കർണാടകയുടെ കടം എത്രയാണ്? 9 ലക്ഷം കോടി. ഗുജറാത്തിൽ 10 ലക്ഷം കോടി. രാജസ്ഥാനിൽ നിങ്ങൾ ഭരിച്ചു പോയതാണല്ലോ, 6 ലക്ഷം കോടി. കേരളത്തിനുമുണ്ട് കടം. നിങ്ങൾ വിട്ടെറിഞ്ഞു പോകുമ്പോൾ 1.5 ലക്ഷം കോടി ഉണ്ടായിരുന്നു. 5 വർഷം കൊണ്ട്, ഇപ്പോൾ 7 വർഷം കൊണ്ടത് 3 ലക്ഷം കോടി ആയിട്ടുണ്ട്. എടുക്കുന്ന കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കഴിയും. ആ കഴിയുന്ന സംഖ്യ മാത്രമേ GDP-യുടെ തോതനുസരിച്ച് ഇവിടെ കടം എടുക്കുന്നതേയുള്ളൂ. സാർ, GST 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ 25 നയാ പൈസയാണ് കേരളത്തിന് കിട്ടുന്നത്. സാർ, കർണാടകയ്ക്ക് അത് 1 രൂപ 50 പൈസ. UP-ക്ക് 1.69. എന്തേ UDF അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല? ഇവിടെ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ സാർ. സാർ, കടമെടുപ്പ് കേന്ദ്ര ബഡ്ജറ്റിന്റെ 40% കേന്ദ്രത്തിനെടുക്കാം. പക്ഷേ കേരളത്തിന്റെ ബഡ്ജറ്റിൽ 3% മാത്രം. ട്രഷറിയിലെ മിച്ചം വെച്ചപ്പെട്ടിട്ടുള്ള കാശ് പോലും, പണം പോലും ഏകദേശം 11,000 കോടി രൂപ പോലും അതിൽ കടത്തിലാണ്. ആ ഗണത്തിലാണ് അവർ പെടുത്തിയിട്ടുള്ളത്. സാർ, കിഫ്ബി ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഈ കേരളം വികസിക്കേണ്ട സാർ. ബഡ്ജറ്റിന് പുറത്ത് 62,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലാണ് കേരളം പുരോഗതിയിലെത്തുന്നത്. നവകേരള സൃഷ്ടിക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടല്ലോ ആ പ്രവർത്തനങ്ങൾ. UDF-ന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? അതിന് വായ്പ നമ്മൾ എടുത്താൽ അത് വായ്പ തന്നെ. പക്ഷെ ബഡ്ജറ്റിന് പുറത്തെടുക്കുന്ന വായ്പയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാം കഴിഞ്ഞതിന്റെ മുന്നിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു 5 ലക്ഷം കോടി രൂപ കടമെടുത്ത് കിഫ്ബി മാതൃകയിൽ പ്രവർത്തനം നടത്തണം എന്നാണ്. ഇത് മോഡലാണ്, കേരളത്തിന്റെ മാതൃകയാണ് എന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. സാർ, ഇവിടെ ധൂർത്തിനെ കുറിച്ച് ഒരുപാട് വർത്തമാനം കേട്ടു. 1 മാൻ ഷോ നടത്തിയ മരിച്ചുപോയവരെ കുറിച്ച് പറയാനല്ല, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. 1 മാൻ ഷോ നടത്തിയതാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. സ്ഥലമാറ്റത്തിന് അപേക്ഷ കൊടുത്തവർക്ക് 4,000 രൂപ അനുവദിച്ചു കൊടുത്തില്ല, എപ്പം തന്നെ കൊടുത്തു. സാർ, ഇവിടെ അത്തരം 1 മാൻ ഷോ ഇല്ല. ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരുമാണ് തിരുവനന്തപുരത്ത് നിന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് അണിനിരുന്നത്. അതില് അസൂയ പൂണ്ടിട്ടില്ലേ നിങ്ങള്? എന്താ വിചാരണ സദസ്? ആരെയാണ് വിചാരണ ചെയ്തത്? ഒഴിഞ്ഞിരിക്കുന്ന കസേരയെ നോക്കി സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു ചിത്രം ഞാൻ കണ്ടു. ആ ഒഴിഞ്ഞിരിക്കലല്ല ഈ കേരളത്തിലെ ഗവൺമെന്റ്. അവർ നടത്തുന്ന പ്രവർത്തനത്തിന് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, 7 വർഷം കൊണ്ട് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ആ ദൂർത്തടിക്കാൻ വേണ്ടി നടത്തിയ പന്തലിനും ചെലവിനുമായി 30 കോടി രൂപയാണ്. നവകേരള സദസ്സിനുണ്ടോ? അന്ന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തത് 800 കോടി. സാർ, 7,600 കോടി രൂപയാണ് ഇരു കൈ പോലും അറിയാതെ അവരവരുടെ അക്കൗണ്ടിലേക്ക് വന്ന് ചികിത്സ കിട്ടുന്നത്. അതാ ഈ കേരളത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, ഞങ്ങൾ കടമെടുക്കുന്നുണ്ട്, ഞങ്ങൾ അവകാശപ്പെട്ട പണം ചോദിക്കുന്നുണ്ട്. എന്തിനാണ് സാർ? ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനല്ലേ? 72,000 രൂപ തരുന്നത് 4 ലക്ഷമാക്കി കൊടുക്കുന്നു. 1.25 ലക്ഷം തരുന്നത് ആദിവാസി ഊരുകളിൽ 6 ലക്ഷമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു. സാർ, സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഇത് തന്നെയല്ലേ? അവർ ആകെ തരുന്നത് 150 കോടി, ഞങ്ങൾ കൊടുക്കുന്നത് ഒരു വർഷം 9,000 കോടി രൂപ. സാർ, അവർ 200 രൂപ, 300 രൂപ, 100 രൂപ അതുപോലും ബാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ട്, ഞങ്ങൾ അത് കൊടുത്തു തീർക്കും. ആ കൊടുത്തു തീർക്കുന്നതിനുള്ള സമ്പത്ത് തരാതിരിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് ഈ LDF എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, അതുപോലെ തന്നെയാണ് സാർ ആരോഗ്യ രംഗത്ത് സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ഈ ഇന്ത്യയിൽ കേരളത്തിലല്ലേ? അതുപോലെ തന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രത്യേകമായി നഗരപ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നു. സാർ, കാർഷിക വിളകൾക്കുള്ള സബ്സിഡി നെല്ലിനാണെങ്കിലും തേങ്ങയ്ക്കാണെങ്കിലും റബ്ബറിന് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കുന്നതിനും പച്ചക്കറിക്കാണെങ്കിലും അത്തരത്തിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, UGC ഗ്രാൻഡ് ഇനത്തിൽ ഇവിടെ മുഴുവൻ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തു തീർത്തപ്പോഴും
അവർ തരാനുള്ള പൈസ പോലും തരുന്നില്ല സാർ. അത് പറയാൻ എന്റെ UDF നാവ് കൊണ്ടാത്തത്.